ഹായ്, ഞങ്ങളുള്ളത് ഇപ്പോൾ എവിടെയാണോ സോലിയ? ത്രിപുരയിൽ കൈലാഷർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രത്യേകത. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ഒരു പള്ളിയിലാണ് ഇന്നലെ സ്റ്റേ അടിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ ഇന്നലെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോർഡർ ഉണ്ട്. ബോർഡർ എന്ന് പറയാൻ പറ്റില്ല, അത് പിന്നെ അതായത് ഇപ്പം ഇങ്ങനെ പോണ ഏരിയ അപ്പുറത്ത് ബംഗ്ലാദേശും ഇവിടെ ഇന്ത്യയാണ്. ഞാൻ കാണിച്ചു തരാം കറക്റ്റ്. ബംഗ്ലാദേശ് നമുക്ക് കാണാം. ഇതിലൂടെയാണ് ഇങ്ങോട്ടുള്ള മീനുകളൊക്കെ വരുന്നത്, അതായത് ഫിഷ് എല്ലാ സാധനങ്ങളും വരുന്നത്. ബോർഡറായിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കാം. ഒരു എന്താണ് പറയുക, വേരിക്കേടില്ലേ, ഒരു 5-6 വർഷം മുന്നേ ഇവർ അങ്ങോട്ടും പോകാനൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി കസിൻസ്. കാരണം ഇവിടെ അല്ലേ ഏകദേശം ആൾക്കാരെ കസിൻസ് കുടുംബക്കാരൊക്കെ പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നൊക്കെ അവിടെയാണ് കുറേ ആൾക്കാർ. അപ്പോൾ ഇവരിങ്ങനെ ഈ പെരുന്നാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ടൈറ്റ് ആയിട്ട് അങ്ങനെ വരാനൊന്നും പറ്റില്ല. ഇതാണ് ബോർഡർ. ബോർഡർ ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഓഫീസുണ്ട്. ത്രിപുര പോലീസാണത്. ചെക്ക് പോസ്റ്റ്, ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ആട്ടോ നമ്മളത്. അവിടെ BSF ഉണ്ട്. ഇവിടെയാണ് നല്ല മഴയാണ് 2 ദിവസമായിട്ട്. സിയാ കാണുന്ന വീടുകളൊക്കെ എന്താണ് ബംഗ്ലാദേശിലാണ്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ആ സൈഡിൽ കൂടെ പോകാനും പറ്റില്ല. ബംഗ്ലാദേശ് ബോർഡറാണെന്ന് പറയാൻ പറ്റില്ല, ബോർഡറാണ്. സിയാ വേരിക്കയുടെ കണ്ടാൽ അതാണ് ബംഗ്ലാദേശ് കേട്ടോ. അവിടെ കാണുന്നൊരു പച്ച ഇതില്ല, അതെ ബംഗ്ലാദേശ് പട്ടാളത്തിൻ്റെ പിന്നെന്താണ് ഒരു എമിഗ്രേഷനൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങനെ സംസാരിക്കാം. പണ്ട് ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു, സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഫുള്ള് ക്യാമറ സെക്യൂരിറ്റിയൊക്കെയാണ്. ഏതോ ഗ്രാമത്തിലൂടെ ഞങ്ങൾ പോവാണ്. ത്രിപുരയിൽ ഏതോ ഗ്രാമത്തിലൂടെ പോവാണ്. ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാണ് ഇവിടുത്തെ നാഷണൽ ഹൈവേ. ഫുള്ള് ഗ്രീനറിയാണ്, അടിപൊളിയാണ്. പോണ ബൈക്കിലെ ആൾക്കാരൊക്കെ ഭയങ്കര സംഭവം. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതേമാതിരി മാംഗോ അതേമാതിരി പല സാധനങ്ങളും തിന്നാൻ തരുന്നു. ഇവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ത്രിപുര അടിപൊളി കേട്ടോ, നമ്മൾ കാണുന്ന മാതിരില്ല അല്ലേ, നമ്മൾ വിചാരിക്കണ മാതിരില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ മനുഷ്യന്മാർ അടിപൊളി മനുഷ്യന്മാരാണ്. ചെറിയ ചെറിയ മുട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ടോൺ പറയും. നമ്മളായിട്ട് നിന്നാൽ മതി. ഞങ്ങളിപ്പോൾ പോണത് അഗർത്തല, ത്രിപുരൻ്റെ സെൻട്രൽ. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷേ ഈ റൂട്ടിലൂടെ വണ്ടിയില്ല, അതാണ് പ്രശ്നം. സോ ഗൈസ്, ദിസ് ഈസ് സോക്സി ഷാഫി. വെൽക്കം ടു ന്യൂ വീഡിയോ. ഞാനുള്ളത് ഇപ്പം ത്രിപുരയിലാണ്. ത്രിപുരയിൽ അഗർത്തല പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഇവിടെ ഒരു ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട്. കാരണം ത്രിപുരൻ്റെ 3 സൈഡും ബംഗ്ലാദേശും, ഒരു സൈഡ് മിസോറാമാണ്. അപ്പോൾ ആ ബോർഡർ നമ്മുടെ വാഗ ബോർഡറില്ല, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ആ ഒരു ടൈപ്പാണ്. പക്ഷേ എൻ്റെ പ്രോഗ്രാമൊക്കെ ഇപ്പോൾ ഓൾറെഡി പോലെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് ഒരു പള്ളിയിൽ സ്റ്റേ കിട്ടി. സോറി, ഇതാ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ക്ഷീണത്തിലൂടെ ഞാൻ നടന്നു പോകണേ. ഇതാണ് ത്രിപുര. ത്രിപുരയിൽ ആക്ച്വലി ഒന്നും കാണുന്നില്ല. കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, പിന്നെ നമുക്ക് അങ്ങനെ ചാടി കയറിയിടത്തും പോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകാനുള്ള വണ്ടികളാണ് അതൊക്കെ. ഇടാ ഇവിടെ ഒക്കെ പിടിച്ച് വെച്ചിരിക്കണം. കാരണം ഫുള്ള് ചെക്ക് ചെയ്തിട്ടൊക്കെ അങ്ങോട്ട് വിടുകയുള്ളൂ. കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ടല്ലോ അതിന്. ഏകദേശം ഞങ്ങൾ എത്താനായി. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും. ഇതാട്ടെ ചെക്ക് പോസ്റ്റ്, എത്താറായി. ഇതാട്ടെ ചെക്ക് പോസ്റ്റ്. ഇനി ഇവിടെ വീഡിയോ പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് ബംഗ്ലാദേശ്. ഇതാട്ടെ ചെക്ക് പോസ്റ്റ്. സോലി കയറാണ്. ഞങ്ങളിപ്പോൾ ബോർഡറിൻ്റെ മുന്നിലേക്കാണ്. ഇതിനുള്ളിൽ കയറണമെങ്കിൽ 5:30 ബജെ 5 മണിക്കാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് 5 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇയാൾ പിന്നെ ഇവിടുത്തെ ഓഫീസറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ് ആൾക്കാർ. ഇതാട്ടോ ഇവിടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ഈ ബോർഡറിൽ ഞങ്ങൾ ഈ സാധനങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല, പ്രശ്നമാണ്. ഇതാണ് ബോർഡർ കേട്ടോ. ഞങ്ങളെ ഈ സാറാണ് ഗൈഡ് ചെയ്തത്. ഇതാണ് തുറക്കുക. ഞങ്ങൾ ആ ബോർഡറിലൊക്കെ പോയി. പിന്നെ ഒരു മലയാളി BSF ഇല്ലേ, വലിയൊക്കെ പരിചയപ്പെട്ട് പിന്നെ ഒരു BSF ഞങ്ങൾ ഫുൾ സെറ്റാക്കി തന്ന് അതൊക്കെ ഇറങ്ങി. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല.
ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കസബ കാളി ടെമ്പിൾ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോട്ടെ. അവിടെ നമുക്ക് ബംഗ്ലാദേശൊക്കെ പിന്നെ ബംഗ്ലാദേശിലെ ട്രെയിനൊക്കെ പോകണ കാണാം. അപ്പം അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അത്യാവശ്യം 1 മണിക്കൂറോളം ട്രാവൽ ചെയ്യാണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചത് ഈ പള്ളീൻ്റെ ഉള്ളിൽ. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ് ഞങ്ങൾ പോണ വഴിയിലുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ ഒരു ലാസ്റ്റ് ത്രിപുരൻ്റെ ലാസ്റ്റ് ഒരു ബോർഡർ ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളുള്ളത് ഇപ്പം ത്രിപുരൻ്റെ എൻഡ് ഇല്ലടാ. ഈ ടെമ്പിളിൻ്റെ പേര് കസബ കാളി ടെമ്പിളാണ്. ഓക്കെ, അത് ത്രിപുരൻ്റെ എൻഡാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബംഗ്ലാദേശാണ്. ഓക്കെ, അതായത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശിലെ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും കാണാം. പക്ഷെ എവിടെ അറിയില്ല, ഞങ്ങൾ പോയി നോക്കട്ടെ. വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഡെയിലി ഇവിടെ എന്തുണ്ട്? കല്യാണമുണ്ട്. ഡെയിലി കല്യാണമുണ്ട്. കല്യാണം ഉണ്ടോന്നല്ല, പോയി നോക്കട്ടെ. ഇതാണ് ടെമ്പിളിൻ്റെ ഉള്ളിൽ. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കാണുന്നത് ബംഗ്ലാദേശ് കേട്ടോ. ആ വീടുകളൊക്കെ ബംഗ്ലാദേശിലാണ്. അതൊക്കെ ബംഗ്ലാദേശാണ്. 2 കപ്പലുണ്ട്. ഈ ടെമ്പിളിന് കുറേ പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് കല്യാണം കഴിക്കും. മെയിൻ ഇവിടെയാണ് ഇവരെല്ലാവരും കല്യാണം കഴിക്കുക. റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തത്. അവിടെ ഒരു നദി ഉണ്ട്, ചെറിയ നദി. ആ നദീൻ്റെ അപ്പുറത്ത് എന്താ വെച്ചാൽ പിന്നെ ബംഗ്ലാദേശാണ്. ട്രെയിൻ പോകണ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടല്ലേ ഈ കുളം കണ്ട്, ഈ കുളത്തിൻ്റെ അപ്പുറം ഒരു വേരിക്ക ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് ബംഗ്ലാദേശ്. അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ബിൽഡിങ്, വൈറ്റ് ബിൽഡിങ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ബിൽഡിങ്ങൊക്കെ ബംഗ്ലാദേശിൻ്റെയാണ്. അവിടെ ഒരു ബ്ലൂ ഇത് കാണാം, അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. വണ്ടി പോകും, പക്ഷെ ഇവിടെ മഴയാണ്ട് ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിത് കാണാനാണ് മെയിനായിട്ട് വന്നത് അല്ലേ. പക്ഷെ ഇവിടെ മഴയാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ഓക്കെ. പിന്നെ ഈ കാളി ടെമ്പിളിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വലിയ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അതിനെപ്പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പോവുകയാണ്. ഇവിടുത്തെ മെയിൻ ടെമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരെല്ലാവരും കല്യാണം കഴിക്കൽ ആദ്യമായിട്ട് എന്ത് ഷാദിക്കായിട്ട് കല്യാണത്തിന് ഇവിടെ വരിക. അതായത് കല്യാണത്തിന് ഒരു മാസമല്ല, ഫെബ്രുവരി ഡേറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഇവിടെ വന്നിട്ടാണ്. പൂജാരിനെ കണ്ട് ഇവിടെ നിന്ന് തീരുമാനിക്കുക. അതാണ് ഇവിടുത്തെ ഒരു ആചാരം. ഇവിടെ കുറെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 5-6 കല്യാണം. ഇതൊക്കെ ബംഗ്ലാദേശ് കേട്ടോ. ഈ കാണൊക്കെ ബംഗ്ലാദേശാണ്. സാപ്പി വന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വന്നിട്ട് ഒരു കല്യാണം കൂടിയിട്ട് ചോറ് നേരത്തി പോകാൻ പക്ഷെ നടന്നില്ല. നെക്സ്റ്റ് നമ്മൾ പോവാണ്. ഇനി ഞങ്ങൾ ഇവിടെ സത്യത്തിൽ നാഗാലാൻഡ്, മിസോറാം അങ്ങനെ നിൽക്കാനുള്ള പ്ലാനായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് നിൽക്കില്ല, കാരണം ഇവിടെ മഴയും പിന്നെന്താണ് ലാൻഡ്സ്കേപ്പ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ചു വെച്ചപ്പോഴും അവർ പറഞ്ഞത് ഇപ്പം ഇങ്ങോട്ട് വരേണ്ട 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ ത്രിപുര വരാണെങ്കിലും പ്ലാൻ ചെയ്ത് കാരണം ബാങ്കിൻ്റെ സൗണ്ട് കേൾക്കാം ഇവിടെ ബംഗ്ലാദേശിന്. ഇതിൻ്റെ അപ്പുറമൊക്കെ ബംഗ്ലാദേശ് കേട്ടോ. നമ്മളൊരു ബോർഡർ ഉണ്ട്, ആ ബോർഡർ കാണാൻ പറ്റുമോ? അവിടെ അവിടെ പോയി നോക്കട്ടെ. ആ പട്ടാളക്കാരൻ തടയുണ്ട്, ഫോട്ടോ ഒക്കെ ഇട്ട്. ഞങ്ങളിവിടെ വന്നപ്പോഴേ ഒരു ആർമിക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ ആർമിക്കാരൻ പറഞ്ഞു ഇവിടെ നിന്ന് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്. അവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്, ബാഗ് ഇവിടെ വെച്ചിട്ട് എപ്പോഴാണ് ട്രെയിൻ വരുമോ അപ്പോൾ വീടിയെടുക്കാം. കാരണം ഇത് കാണാനായിട്ടാണ് നമ്മൾ ഏകദേശം 10-100 കിലോമീറ്റർ ഓടി ഇവിടെ എത്തിയത്. ഇത് കാണാതെ പോയാൽ ശരിയാവില്ല. ഞങ്ങൾ പോകണമെന്ന് കരുതിയിരുന്നു, പക്ഷേ ഇനി ഇത് കണ്ടിട്ടേ പോകണുള്ളൂ. ഇതാട്ടോ ബംഗ്ലാദേശിലെ റെയിൽവേ സ്റ്റേഷന് ഈ കാണുന്നത്. പക്ഷെ ഇപ്പോൾ ട്രെയിൻ ഇല്ലാതെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാ ഈ പോണതാണ് ബംഗ്ലാദേശിലെ ട്രെയിൻ. കാണാൻ പറ്റുന്നതല്ല, വേണ്ട കാണില്ലല്ലോ. ഇതാണ് അതിൻ്റെ അടി കൂടെ പോണതാണ്. കറക്റ്റ് കാണുന്നില്ല, അതാണ് സംഭവം. ഈ പോണതാട്ടോ, നമുക്ക് കാണാൻ പറ്റില്ല. നോക്കട്ടെ. ഇതാണ് പോണത് ഈ ട്രെയിൻ ഉണ്ടോ, ബംഗ്ലാദേശ് ട്രെയിനാണിത്. ഇവിടെ നിന്ന് ബംഗ്ലാദേശ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇവിടെ നിർത്തി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.